ഹായ് ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ടു ദ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ചെറിയൊരു ഭാഗം, അതായത് സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ, സുവോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ചെറിയൊരു ഭാഗത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗാമിറ്റോജനസിസിലുള്ള സ്പെർമെറ്റോജനസിസ് ആണ്. മക്കളെ, നിങ്ങൾക്കറിയാം ഗാമിറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഗാമെറ്റ് ആണ്. ഈ ഗാമീറ്റ്സ് ഏതൊക്കെയാണ്? അത് മെയിലിൽ സ്പേമാണ്, അതിനെ സ്പെർമെറ്റോജനസിസ് എന്ന് പറയുന്നു. ഫീമെയിൽ അത് ഓവമാണ്, അതിനെ ഊജനസിസ് എന്ന് പറയുന്നു. നീറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് സ്പെർമെറ്റോജനസിസ് ആൻഡ് ഊജനസിസ്. അപ്പം നമുക്ക് ആദ്യം അതിലൊരു ഷോർട്ട് വീഡിയോയിലൂടെ ഞാൻ സ്പെർമെറ്റോജനസിസ് എന്താണെന്ന് പരിചയപ്പെടുത്തി തരാം. സ്പെർമെറ്റോജനസിസ് പേര് പോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് സ്പേം. എവിടെയാണ് നടക്കുന്നത്? ഇൻ ദ ടെസ്റ്റിസ്. നമ്മൾ ടെസ്റ്റിസിന് എടുക്കുന്ന സമയത്ത് ആ ടെസ്റ്റിസിനകത്ത് ഓരോ ടെസ്റ്റിസിലും 250ഓളം കമ്പാർട്ട്മെന്റ് ഉണ്ടെന്നും ആ കമ്പാർട്ട്മെന്റുകളെ നമ്മൾ ടെസ്റ്റിക്കുലാർ ലോബുകൾ എന്നാണ് പറയുന്നതെന്നും നിങ്ങൾക്കറിയാം. ഓരോ ടെസ്റ്റിക്കുലാർ ലോബിൻ്റെ ഉള്ളിലും 1 മുതൽ 3 വരെ കോയിൽഡ് ട്യൂബുകളുണ്ട്, സെമിനിഫറസ് ട്യൂബ്യൂൾ. ആ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ വോളിൽ കാണുന്ന 2 ടൈപ്പ് സെല്ലുകളാണ്. ഒന്ന് സ്പെർമാറ്റോഗോണിയവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നേഴ്സ് സെൽ എന്നറിയപ്പെടുന്ന, സസ്റ്റൻഡിക്കുലാർ സെൽ എന്നറിയപ്പെടുന്ന സർട്ടോളി സെൽ. എൻറിക്കോ സർട്ടോളി കണ്ടെത്തിയതുകൊണ്ട് സർട്ടോളി സെൽ എന്ന് പറയും. അപ്പോൾ ഈ ഒരു സ്പെർമാറ്റോഗോണിയ സ്പെർമാറ്റോസോവയാവുന്ന പ്രോസസ്സിനെയാണ് സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്നത് ആരാണ്? സർട്ടോളി സെല്ലും അതുപോലെ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറത്ത്, ഇൻ ബിറ്റ്വീൻ ദ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ലൊബ്യൂൾ, അല്ലെ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറത്ത് ലൊബ്യൂളിൻ്റെ ഉള്ളിൽ കാണുന്ന സെല്ലുകൾ സ്ട്രോമ അഥവാ ഇൻഡർസ്ട്രീഷ്യൽ സ്പേസിൽ കാണുന്ന ഇൻഡസ്ട്രീഷ്യൽ സെൽ അഥവാ ലീഡിക് സെല്ലിൻ്റെ സപ്പോർട്ടോടു കൂടെ ആൻഡ്രോജൻ അഥവാ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ സഹായത്തോടെ സ്പെർമാറ്റോജനസിസ് നടക്കുന്നു. അപ്പോൾ നമുക്കിനി നോക്കാം എന്താണ് സ്പെർമാറ്റോജനസിസ്. അതിൻ്റെ ഏകദേശ രൂപമാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ ആ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ചെയ്തത്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോണത്? ഈ സ്പെർമാറ്റോജനസിസിനെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്, നമ്മളേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്നിട്ട് നമുക്ക് സ്ലൈഡിലൂടെ പോവാം. ഓക്കെ, ഇപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്കിതിനെടുക്കാം. ഫസ്റ്റ് നോക്കൂ, ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് സ്പെർമാറ്റോഗോണിയം എന്ന് പറയും. ഇതിന് എന്താ പറയുക നമ്മൾ? സ്പെർമാറ്റോഗോണിയം. ഒരെണ്ണാവുമ്പോൾ സ്പെർമാറ്റോഗോണിയം, ഒന്നിൽ കൂടുതലാവുമ്പോൾ സ്പെർമാറ്റോഗോണിയ. ഇത് എന്ത് ചെയ്യുന്നു? ഈ സ്പെർമാറ്റോഗോണിയം എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കാണുന്നുണ്ടാവാം. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2n ആണ്. 2n ഈസ് ഈക്വൽ ടു 46 ക്രോമസോം ആണ്. 2n എന്ന് പറഞ്ഞാൽ 46 ക്രോമസോം ആണ്. അപ്പോൾ നമുക്ക് ഈ 2n 46 ക്രോമസോം ആണെങ്കിൽ n എത്രയായിരിക്കും? n ഈസ് ഈക്വൽ ടു 23 ആയിരിക്കും. 23 ക്രോമസോം ആണ്. ഡിപ്ലോയിഡ് ആണ് 2n, 46 ക്രോമസോം മനുഷ്യനല്ലേ. അതേപോലെ തന്നെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 23യുമാണ്. ഇനി ഈ ഒരു 2n എന്ന് നമ്മളിവിടെ കാണിച്ചു, ഇവിടെ ഞാൻ 2n കാണിച്ചു അല്ലേ. അത് സ്പെർമാറ്റോഗോണിയത്തിൽ ഡിപ്ലോയിഡ് ആണ്. ഇതെവിടെയാ കാണുന്നത്? സ്പെർമാറ്റോഗോണിയം കാണുന്നത് വോൾ ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ്. അതായത് സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ വോളിലാണ് ഈ സ്പെർമാറ്റോഗോണിയം. ഇത് ഏത് സമയത്ത്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് പ്യൂബർട്ടിയിൽ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ ഊജനസിസ് നടക്കുന്നത് എംബ്രിയോണിക് സ്റ്റേജിൽ, ഫീറ്റൽ സ്റ്റേജിലാണ്, ജനിക്കുന്നതിന് മുമ്പ് തന്നെയാണ്. അതേ സമയത്ത് സ്പെർമാറ്റോജനസിസ് നടക്കുന്നത് ഒരു ആൺകുഞ്ഞ് ജനിച്ച് പ്യൂബർട്ടി, കൗമാര കാലഘട്ടത്തിൽ എത്തുമ്പോഴാണ്. 12 മുതൽ 15 വരെയുള്ള ആ കാലഘട്ടത്തിൽ എത്തുമ്പോഴാണ്. അപ്പോൾ ഈ പ്യൂബർട്ടി സ്റ്റേജിലാണ് സ്പെർമാറ്റോഗോണിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലാക്കുക. ഈ സ്പെർമാറ്റോഗോണിയം എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ എണ്ണം കൂടും. ഡിവൈഡ് ചെയ്തിട്ട് എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇത് എന്ത് വഴിയാണ് ഡിവൈഡ് ചെയ്യുന്നത്? മൈറ്റോസിസ് വഴിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്ത് വഴിയാണ്? മൈറ്റോസിസ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്തായിരിക്കും? ഇതൊക്കെ ഡിപ്ലോയിഡ് 2n വിത്ത് 46
ക്രോമസോം ആയിരിക്കും. എല്ലാം ഡിപ്ലോയിഡ് വിത്ത് 46 ക്രോമസോം ആയിരിക്കും. ഇത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാവോ? ഈ ഒരു സ്പെർമാറ്റോഗോണിയ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത സ്പെർമാറ്റോഗോണിയ 2 തരമുണ്ട്. ചിലതിന് എന്ത് സംഭവിക്കുന്നു? ഡിഫറൻസിയേഷൻ സംഭവിച്ച് അതിൻ്റെ സൈസ് കൂടുന്നു. ഈ സൈസ് കൂടിയതിനെ നമ്മൾ പറയുന്ന പേര് അതിൻ്റെ പേര് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ആ വലിപ്പം കൂടിയതിനെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയും. അതും എന്തായിരിക്കും? മൈറ്റോസിസ് വഴിയാണ് ഇത് ഉണ്ടായത്. അതിനുശേഷം ഡിഫറൻസിയേഷൻ നടന്നതുകൊണ്ട് അത് ഡിപ്ലോയിഡ് തന്നെ ആയിരിക്കും പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്പെർമാറ്റോഗോണിയ ഇങ്ങനെ മൈറ്റോസിസ് വഴി എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതിൽ 2 ടൈപ്പ് സ്പെർമാറ്റോഗോണിയ ഉണ്ടാവും. അതിൽ ചിലതിൻ്റെ സൈസ് വലുതാവുന്നതാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയുള്ള ഫേസിന് നമ്മൾ എന്താ പറയുക? ഇത്രയും ഉള്ള ഈ ഫേസിനെ ഇവിടെ വരെ നമ്മൾ പറയുന്ന പേര് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്നാണ്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അത് നമ്മളെ NCERT-ലൊന്നുമില്ല. മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്നാണ്. മൾട്ടിപ്ലൈ ചെയ്യുക, വേറെ അർത്ഥമൊന്നുമില്ല. ഇതിനൊരു എക്സ്ട്രാ സ്ട്രെയിൻ വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഫേസിന് നമ്മൾ എന്ത് പറയും? ഈ ഒരു അവസ്ഥയെ നമ്മൾ ഗ്രോത്ത് ഫേസ് എന്ന് പറയും, അല്ലേ? കാരണം അത് എന്ത് ചെയ്തിരിക്കുന്നു? വലുതായിരിക്കുന്നു. ഗ്രോത്ത് ഫേസ് എന്ന് പറയും. ഇനി അടുത്തത് എന്താ? ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിവൈഡ് ചെയ്യും. എന്ത് വഴി ഡിവൈഡ് ചെയ്യും? അതാണ് മിയോസിസ് വഴി ഡിവൈഡ് ചെയ്യുക. മിയോസിസ് 1 വഴി ഡിവൈഡ് ചെയ്യും. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് 1 വഴി ഡിവൈഡ് ചെയ്ത്, ഈ മിയോസിസ് 1 എന്താണ്? ഈസ് എ റിഡക്ഷൻ ഡിവിഷൻ. മറന്നു പോകരുത്, ഇതൊരു റിഡക്ഷൻ ഡിവിഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ക്രോമസോം നമ്പർ പകുതിയാവുന്നതാണ്. എന്നിട്ട് എന്താണ് ഉണ്ടാവുക? നോക്കൂ, ഇവിടെ ഉണ്ടാവുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഹാപ്ലോയിഡ്? കാരണം മിയോസിസ് 1 ആണ് നടന്നത്. അത് റിഡക്ഷൻ ഡിവിഷനാണ്. ഉണ്ടായതിൻ്റെ പേരെന്താ? ദിസ് ഈസ് നോൺ ആസ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. അത് നമ്മൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയും. ആദ്യമായിട്ട് മിയോസിസ് സംഭവിക്കുന്നത് പ്രൈമറിക്കാണ്. ആദ്യമായി ഉണ്ടാവുന്ന ഹാപ്ലോയിഡ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ സെക്കൻഡറിക്ക് ഒരിക്കൽ കൂടെ മിയോസിസ് സംഭവിക്കണം. അതെന്തോന്നാ? അത് നമ്മൾ മിയോസിസ് 2 എന്ന് പറയും. പക്ഷെ അതൊരു റിഡക്ഷൻ ഡിവിഷൻ അല്ല, ഒരു ഇക്വേഷണൽ ഈക്വൽ ആയിട്ട് വന്നാണ്. അതെന്താണ്? അതിൻ്റെ ഫലമായി ഉണ്ടാവുന്ന ഈ സെല്ലുകളെ നമ്മൾ പറയുന്ന പേരെന്താ? ദിസ് ഈസ് നോൺ ആസ് സ്പെർമാറ്റിഡ്. സ്പെർമാറ്റിഡ് ആണ്. സ്പെർമാറ്റിഡും ഹാപ്ലോയിഡ് ആയിരിക്കും. കാരണം അവിടെ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നില്ല, N/2 ആവുന്നില്ല. അങ്ങനെ അത് സ്പെർമാറ്റിഡ് ആവും. ഈ സ്പെർമാറ്റിഡിന് എന്ത് സംഭവിക്കുന്നു? സ്പെർമാറ്റിഡ് അണ്ടർഗോ ഡിഫറൻസിയേഷൻ. സ്പെർമാറ്റിഡിന് ഡിഫറൻസിയേഷൻ, രൂപമാറ്റം സംഭവിച്ച് അത് എന്തായിട്ട് മാറുന്നു? സ്പേമായിട്ട് മാറുന്നു. അതായത് സ്പെർമാറ്റോസോവ. ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ എൻറ്റയർ പ്രോസസ് ഓഫ് സ്പെർമാറ്റോജനസിസ്. ഒരുപാട് ക്വസ്റ്റ്യനകത്ത് ചോദിക്കാനുണ്ട്. ഈ ഫേസിന് നമുക്ക് പറയുന്ന, ഇവിടെ നിങ്ങോട്ട് മിയോസിസ് 1 ഒക്കെ കാണുന്ന ഈ ഫേസിനെ നമുക്ക് മെച്ചുറേഷൻ ഫേസ് എന്നും പറയാം. മെച്ചുറേഷൻ ഫേസ് എന്ന് പറയാം. ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കണം. ഈ ഒരു കൺവേർഷനിലെ, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺവേർഷൻ. സ്പെർമാറ്റോസോവയാവുന്ന ഈ കൺവേർഷനെ നമ്മൾ പറയുന്ന പേരെന്താ? സ്പെർമിയോജനസിസ് എന്നാണ്. ഇത്രയും കാര്യങ്ങൾ പറയണം. അതായത് പ്യൂബർട്ടി സ്റ്റേജിലാണ് സ്പെർമാറ്റോജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്യൂബർട്ടി സ്റ്റേജിൽ ടെസ്റ്റിസിൻ്റെ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ വോളിലുള്ള സ്പെർമാറ്റോഗോണിയം എന്ന മെയിൽ ജേം സെൽസ് മൈറ്റോസിസ് വഴി എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. അതിൽ ചിലത് വ്യത്യസ്തമായ കുറച്ച് സൈസ് കൂടുന്നു, ഗ്രോത്ത് ഫേസിൽ കയറുന്നു. അത് നമ്മൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നു. അതും മൈറ്റോസിസ് വഴി ഉണ്ടായതുകൊണ്ട് അതും എന്ത് തന്നെയാണ്? മൈറ്റോസിസ് ആൻഡ് ഡിഫറൻസിയേഷൻ വഴിയാണ് സ്പെർമാറ്റോഗോണിയലിന് പ്രൈമറി ഉണ്ടായത്. അതുകൊണ്ട് അത് ഡിപ്ലോയിഡ് ആണ്, 2N ആണ്. ഇനി പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് എന്ത് സംഭവിക്കുന്നു? മിയോസിസ് 1 സംഭവിക്കുന്നു. അതൊരു റിഡക്ഷൻ ഡിവിഷനാണ്. അതിൻ്റെ ഫലമായിട്ട് 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഹാപ്ലോയിഡുകൾ ഉണ്ടാവുന്നു. ആ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് ഒരിക്കൽ കൂടെ മിയോസിസ് സംഭവിക്കുന്നു, മിയോസിസ് 2.
പക്ഷെ അതൊരു ഈക്വേഷണൽ ഡിവിഷനാണ്. അതുകൊണ്ട് ആ 2 സെക്കൻഡറിയിൽ നിന്ന് 4 സ്പെർമാറ്റിഡുകൾ ഉണ്ടാവുന്നു. എല്ലാം ഹാപ്ലോയിഡാണ്. ഈ സ്പെർമാറ്റിഡിന് രൂപമാറ്റം സംഭവിച്ച് അത് സ്പെർമാറ്റോസോവയായി മാറുന്നു. ആ പ്രോസസ്സിനെയാണ് സ്പെർമിയോജനസിസ്. അപ്പോൾ സ്പെർമാറ്റിഡ് ഉണ്ടാവുന്ന സ്പെർമാറ്റിഡോജനസിസും സ്പെർമാറ്റിഡ് സ്പേം ആവുന്ന സ്പെർമിയോജനസിസും കൂടി ചേർന്നതാണ് എൻറ്റയർ സ്പെർമാറ്റോജനസിസ്. ഇപ്പോൾ സ്പെർമാറ്റോഗോണിയയിൽ നിന്ന് സ്പെർമാറ്റോസോവ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിതിനകത്ത് പറയാൻ പറ്റും അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒന്നാമത്തത് ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് പറയാം. ആദ്യം എന്ത് വരും? സ്പെർമാറ്റോഗോണിയ. ആദ്യം സ്പെർമാറ്റോഗോണിയം വരും. അത് കഴിഞ്ഞിട്ട് പ്രൈമറി അല്ലേ, അത് കഴിഞ്ഞിട്ട് പ്രൈമറിയാണ് വരിക. സ്പെർമാറ്റോഗോണിയം കഴിഞ്ഞാൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് വരും. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് വരും. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താ? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് വരും. അത് കഴിഞ്ഞിട്ട് സ്പെർമാറ്റിഡ് ഉണ്ടാവും. സ്പെർമാറ്റിഡ് പിന്നീട് എന്തായി മാറും? സ്പെർമാറ്റോസോവ. ഇത് ഓർഡറിൽ പഠിക്കുക. ഈ ഓർഡർ ചോദിക്കാവുന്നതാണ്. ചിലപ്പോൾ പ്രൈമറി സെക്കൻഡ് തന്നിട്ടില്ലെങ്കിൽ സ്പെർമാറ്റോസൈറ്റ് എന്ന് മാത്രം പറയുക. അങ്ങനെ ഓർഡറിൽ പറയുക. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇതിൽ ഏതൊക്കെയാണ്? ഡിപ്ലോയിഡ്. ഡിപ്ലോയിഡ് മീൻസ് 2n വിത്ത് 46 ക്രോമസോം. ഏതൊക്കെയാ ഡിപ്ലോയിഡ്? ഇതിനകത്ത് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത് സ്പെർമാറ്റോഗോണിയ. ഒന്ന് സ്പെർമാറ്റോഗോണിയ, സ്പെർമാറ്റോഗോണിയ, പിന്നെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അത് എന്താണ്? ഇത് രണ്ടും ഡിപ്ലോയിഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് ഏതൊക്കെയാണ്? ഹാപ്ലോയിഡ്. മൂന്നാമത് നമുക്ക് ഹാപ്ലോയിഡ് ഏതൊക്കെയാ? ഹാപ്ലോയിഡ് വിത്ത് n, ദാറ്റ് ഈസ് 23 ക്രോമസോം. എങ്ങനെ വേണമെങ്കിലും അത് ചോദിക്കാം. അത് ഏതൊക്കെയാ? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് അല്ലേ? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ട്, സ്പെർമാറ്റിഡ് ഉണ്ട്, സ്പെർമാറ്റോസോവയുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തിൽ പറയാം? ഹാപ്ലോയിഡിൽ പറയാം. പിന്നെ അടുത്ത ചോദ്യം നാലാമത്തത്, ആദ്യമായിട്ട്, അതൊക്കെ ഞാൻ ഇതിൽ എഴുതുന്നില്ല, ആദ്യമായിട്ട് മിയോസിസ് സംഭവിക്കുന്ന ആർക്കാണ്? ഫസ്റ്റ് സെൽ അണ്ടർഗോ മിയോസിസ്. വേണം നമുക്ക് എഴുതാം. ഫസ്റ്റ് സെൽ അണ്ടർഗോ മിയോസിസ്, അതായത് മിയോസിസ് 1 നടക്കുന്ന ആർക്കാണ്? ദാറ്റ് ഈസ് പ്രൈമറി അല്ലെ? പ്രൈമറി സ്പെർമാറ്റോസൈറ്റിനാണ് ആദ്യമായിട്ട് മിയോസിസ് സംഭവിക്കുന്നത്. ഒരു അടുത്ത ചോദ്യം, ഫസ്റ്റ് സെൽ, ഫസ്റ്റ് ഹാപ്ലോയിഡ് സെൽ ഏതാണ്? ഫസ്റ്റ് ഹാപ്ലോയിഡ് സെൽ ഫോംഡ്, ആദ്യമുണ്ടാവുന്ന ഹാപ്ലോയിഡ് സെൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാം. അത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ് അല്ലേ? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ്. അതുപോലെ സ്പെർമിയേഷൻ എന്താണെന്ന് ചോദിക്കാം. സ്പെർമിയേഷൻ, സ്പെർമാറ്റിഡ് എന്തായി മാറുന്ന സ്പെർമാറ്റോസോവയാവുന്ന പ്രോസസ്സാണ് സ്പെർമിയേഷൻ. പിന്നെ ഒന്നും കൂടെ നമുക്കിതിൽ പഠിക്കാനുള്ളത്, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഈസ് ടു സ്പേം റേഷ്യോ എത്ര? 1:4 ആണ്. ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേമാണ് ഉണ്ടാവുക. ഇതുപോലെ ഏഴാമത്തെ പോയിന്റ് ഇവിടെ എഴുതാം. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഈസ് ടു സ്പേം റേഷ്യോ എത്രയാ? 1:2. ഒരു പ്രൈമറിയിൽ നിന്ന് 2 സെക്കൻഡറിയും ഓരോ സെക്കൻഡറിയിൽ നിന്ന് 2 സ്പെർമാറ്റിഡുമാണ്. അപ്പോൾ ഒരു പ്രൈമറിയിൽ നിന്ന് സ്പേം ഉണ്ടാവുന്നത് 1:4 ആണ്. ഓരോ സെക്കൻഡറിയിൽ നിന്നും 1:2, 2 സെക്കൻഡറിയിൽ നിന്ന് 4 എണ്ണം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ സ്പെർമാറ്റോജനസിസ്, ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ലൈഡിലുള്ളത് പറയാം. വോൾ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂളിലാണ് നടക്കുന്നത്. സ്പെർമാറ്റോഗോണിയ ഡിപ്ലോയിഡ് ആണ്. അതിന് മിയോസിസ് സംഭവിച്ച് എണ്ണം കൂടുന്നു. അതിൽ ചിലതിന് എന്തിൻ്റെ ആക്ടിവിറ്റി കാരണമാണ്? പ്യൂബർട്ടി സ്റ്റേജ്, കൗമാര കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗൊണാഡോട്രോപ്പിംഗ് റിലീസിംഗ് ഹോർമോൺ GnRHൻ്റെ ആക്ഷൻ കാരണം
നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലെ LHFSH, മൊത്തത്തിൽ നമ്മൾ ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയും, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ, അവരുടെ എന്തു കൂടുന്നു, അളവ് കൂടുന്നു. അത് ടെസ്റ്റിസിൽ വർക്ക് ചെയ്യുകയും അങ്ങനെ സ്പെർമാറ്റോജനസിസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ആദ്യം ഉണ്ടാകുന്നത് പ്രൈമറിയാണ്. അതിന് മിയോസിസ് 1 സംഭവിച്ച് 2 സെക്കൻഡറി ഉണ്ടാവുന്നു. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ് 2 എന്ന ഇക്വേഷണൽ ഡിവിഷൻ നടക്കുന്നു എന്ന കാര്യം കൂടെ പഠിക്കുക. അല്ലേ, മിയോസിസ് 2ന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുക? മിയോസിസ് 2 ഓരോ സെക്കൻഡറിയിൽ നിന്നും 2 സ്പെർമാറ്റിഡുകൾ ഉണ്ടാവും. ടോട്ടൽ 4 സ്പെർമാറ്റിഡ് ഉണ്ടാവും. സ്പെർമാറ്റിഡ് എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുക? ഡിപ്ലോയിഡ് പ്രൈമറി അഥവാ സ്പെർമാറ്റോഗോണിയവും പ്രൈമറി സ്പെർമാറ്റോസൈറ്റിലും ഡിപ്ലോയിഡ് ആണ്. 46 എന്ന് പറയുമ്പോൾ 44 ഓട്ടോസോം, 44 ഓട്ടോസോം പ്ലസ് XY ആണ്. അത് സെക്കൻഡറി ആവുമ്പോഴും സ്പെർമാറ്റിഡ് ആവുമ്പോഴും സ്പേം ആവുമ്പോഴും 22 ഓട്ടോസോം പ്ലസ് എക്സും വരും, 22 ഓട്ടോസോം പ്ലസ് വൈയും വരും. അങ്ങനെയാണ് ഉണ്ടാവുക. ഈ സ്പെർമിയോജനസിസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവയാവുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കൂടെ നമുക്കിതിൽ പഠിക്കാനുണ്ട്. സ്പെർമിയേഷൻ. എന്താണ് സ്പെർമിയേഷൻ? നിങ്ങൾക്കറിയാം, ഈ സ്പെർമാറ്റോസോവ ഉണ്ടാവുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയം സെമിനിഫറസ് ട്യൂബിൻ്റെ വോളിലാണ്. അവിടെയാണ്, ആ വോളിലാണ് ഈ സ്പെർമാറ്റോഗോണിയ സ്പെർമാറ്റോസോവയായി മാറുന്നത്, സ്പേം ആവുന്നത്. ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റോസോവ, ഈ സ്പെർമാറ്റോസോവ ആയതിനു ശേഷം സ്പേം ഹെഡ് ഇങ്ങനെ സർട്ടോളി സെൽ കുത്തി നിൽക്കും. ക്രമേണ അതിൻ്റെ വോളിൻ്റെ മേലെ നിന്ന് അത് റിലീസ് ചെയ്യും. ആ സ്പെർമാറ്റോസോവ വേറൊന്നുമല്ല, സ്പെർമാറ്റോസോവ അതിൻ്റെ വോളിലുള്ള സർട്ടോളി സെല്ലിൻ്റെ മേലെ നിന്ന് റിലീസ് ചെയ്ത് അതിൻ്റെ ല്യൂമൻ ഉൾഭാഗത്തേക്ക് വീഴും. എന്നിട്ട് അത് പുറത്തു പോവുകയാണ് ചെയ്യുക. ആ ഒരു വോളിനകത്തുനിന്ന് അത് ല്യൂമനിലേക്ക് റിലീസ് ചെയ്ത് പുറത്തു പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമിയേഷൻ എന്ന് പറയുന്നത് എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിക്കണം. ഓക്കെ, ദ പ്രോസസ് ബൈ വിച്ച് സ്പെർമാറ്റോസോവ ആർ റിലീസ്ഡ് എവിടുന്ന്? ഫ്രം ദ വോൾ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ ഇൻ ടു ദ ല്യൂമൻ ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. ആ പ്രോസസ്സിനെയാണ് സ്പെർമിയേഷൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഫൈൻഡ് ദ ഇൻകറക്റ്റ് മാച്ച് എന്ന് പറയുന്നുണ്ട്. ഇതിൽ തെറ്റുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാമല്ലോ. അതായത് ഫസ്റ്റ് വൺ എന്താ? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോ മിയോസിസ് 1. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ് 1 ആണല്ലോ. ആദ്യമായിട്ട് മിയോസിസ് സംഭവിക്കുന്നത് പ്രൈമറിക്കാണ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോ മിയോസിസ് 2, അതും ശരിയാണല്ലോ. ദെൻ സ്പെർമാറ്റോഗോണിയം അണ്ടർഗോ മൈറ്റോസിസ്, അങ്ങനെയല്ലേ? അതിൻ്റെ എണ്ണം കൂടി 2 തരത്തിലുള്ള സ്പെർമാറ്റോഗോണിയം, അതിലൊരു വിഭാഗമല്ലേ പ്രൈമറി, അതും ശരിയാണ്. സ്പെർമാറ്റിഡ് അണ്ടർഗോ സ്പെർമിയേഷൻ, സ്പെർമാറ്റിഡിനല്ല സ്പെർമിയേഷൻ സംഭവിക്കുക, സ്പെർമാറ്റോസോവയ്ക്കാണ് സ്പെർമിയേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇൻകറക്റ്റ് 1 4 ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ, അതിൽ ABC അടയാളപ്പെടുത്തണം. ഈ ചിത്രം നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം. സ്പെർമാറ്റോഗോണിയ മൈറ്റോസിസും ഡിഫറൻസിയേഷൻ വഴി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ പഠിച്ചതാണ്, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആണ്. അടുത്തത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ് സംഭവിച്ച് ഇതെന്തായിരിക്കും? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ് 2 സംഭവിച്ച് എന്തായി മാറും? സ്പെർമാറ്റിഡായി മാറും. ആ സ്പെർമാറ്റിഡ് ഡിഫറൻസിയേഷൻ നടക്കുമ്പോൾ സ്പെർമാറ്റോസോവയായി. നമ്മളോട് എയും ബിയും സിയെ ചോദിച്ചുള്ളൂ. എ എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അല്ലെ? ഇത് തെറ്റാണ്, ഇതും ശരിയാണ്, ഇതും ശരിയാണ്. ഇത് 2 3 വരുള്ളൂ. ഇനി രണ്ടാമത്തത് സെക്കൻഡറി ആണ്. സെക്കൻഡറി, മൂന്നാമത്തത് സ്പെർമാറ്റിഡ് ആണ്. ഇത് തിരിച്ചിട്ടാണുള്ളത്. സോ 2 is the right answer here. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ദ സെൽ വിച്ച് അണ്ടർഗോ മിയോസിസ് 2, മിയോസിസ് 2 സംഭവിക്കുന്ന സെൽ ഏതാണ്? മിയോസിസ് 1 സംഭവിക്കുന്നത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റിനാണെങ്കിൽ മിയോസിസ് 2 സംഭവിക്കുന്നത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിനാണ്. ഓക്കെ, എന്നിട്ടാണ് സ്പെർമാറ്റിഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തത് എ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഗീവ് റൈസ് ടു. ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എന്ത് കിട്ടും?
2 ഡിപ്ലോയിഡ് അല്ലല്ലോ, ഡിപ്ലോയിഡ് അല്ല. 4 അല്ലല്ലോ, അതും അല്ല, അപ്പം തെറ്റി. 4 ഹാപ്ലോയിഡ് അല്ല, 4 അല്ല, 4 അല്ല, സ്പെർമാറ്റോസോവ അല്ല. പിന്നെ 2 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്. ഓരോ സെക്കൻഡറിയിൽ നിന്നും 2 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിന് എത്രയാണ് ഉത്തരം വരുന്നത്? 4 is the right answer. സ്പെർമിയോജനസിസ് എന്താ? വാട്ട് യു മീൻ ബൈ സ്പെർമിയോജനസിസ്? സ്പെർമിയോജനസിസ് is the transformation of spermatid into spermatozoa. അല്ലാതെ sperm into spermatid അല്ല, spermatogonia into primary അല്ല, then secondary into spermatidum അല്ല. Spermatid into spermatozoa spermiogenesis. And ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ഇതിനകത്ത് ABCD പറയണം. സ്പെർമാറ്റോഗോണിയ എന്ത് വഴിയാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയത്? അത് മൈറ്റോസിസ് ആണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ത് വഴിയാണ് സെക്കൻഡറി ആയത്? അത് മിയോസിസ് 1 ആണ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ത് വഴിയാണ് സ്പെർമാറ്റിഡ് ആയത്? അത് മിയോസിസ് 2 ആണ്. ഇവിടെയോ? ഇവിടെ ഡിഫറൻസിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരണം? എ എന്ന് പറഞ്ഞാൽ മൈറ്റോസിസ് വരണം. അപ്പം അത് ശരിയാണ് അല്ലേ? ഇവിടെ മിയോസിസ് ആണ്, ഇതൊക്കെ ശരിയാണ്. ഇനി രണ്ടാമത്തത് മിയോസിസ് 1 വരണം. ഇവിടെ എന്താ ഉള്ളത്? മിയോസിസ് എന്നേ ഉള്ളൂ, ബാക്കിയൊന്നും പറയുന്നില്ല. ഇവിടെ മിയോസിസ് 1 ഉണ്ട്. അപ്പോൾ ഒന്നാമത്തോ നാലാമത്തോ ആവാം. അടുത്തത് മിയോസിസ് 2 വരണം. ഇവിടെ മിയോസിസ് 2 വരണുണ്ട്, അത് ശരിയാണ്. ഇനി അടുത്തത് ഡിഫറൻസിയേഷൻ ആണ്, അതായത് സ്പെർമിയോജനസിസ് ആണ്. ആ ഡിഫറൻസിയേഷനെ സ്പെർമിയോജനസിസ് എന്നാണ് പറയുക. ഇവിടെ അത് മൈറ്റോസിസ് അല്ല, കാരണം അവിടെ മൈറ്റോസിസോ മിയോസിസ് അല്ല, ഡിഫറൻസിയേഷൻ ആണ്, സ്പെർമിയോ. സോ 1 ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. മക്കളെ, നമ്മളിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു സ്പെർമാറ്റോജനസിസും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.